ചില ആളുകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതുമല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കും ഈ ചെങ്ങായിക്ക് എന്തൊരു ഭയങ്കര ഭാഗ്യം ചെയ്ത ആളാണ് അല്ലേ, അങ്ങനെയൊക്കെ ആലോചിക്കും നമ്മൾ. അതായത് ഓലിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഓരോ രാജ്യങ്ങളിലേക്ക് എല്ലാവരും ഡ്രീമായി കൊണ്ടെടുക്കുന്ന ഒരുപാട് യാത്രകൾ അല്ലെങ്കിൽ വണ്ടികൾ ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കും എന്നാവോ നമുക്കും ഇതേപോലെ പറ്റുക, അല്ലെങ്കിൽ ഓലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ സംഭവങ്ങൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കൂലേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആ കാണുന്നത് ഈ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് നമ്മൾ കാണുന്നത് അവരുടെ റിസൾട്ട് മാത്രമാണ്. സോഷ്യൽ മീഡിയകളാവട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിയ ഒരു കുട്ടീൻ്റെ റിസൾട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഇത്ര മാർക്കോട് കൂടി ജയിച്ചു എന്നുള്ളത്. അതിൻ്റെ ഹാർഡ് വർക്കൊന്നും നമ്മൾ കാണുന്നില്ല. ആളുകൾക്ക് പറയാൻ സുഖമാണ് ഇങ്ങനെയോ ഓൻ്റെ ഒക്കെ പോലെ ആയാൽ മതി, ഇവൻ്റെ ഒക്കെ പോയാൽ ആയാൽ മതി, ഇത് പറയും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ ബാക്കിലുള്ള റിസൾട്ട് വരണം, അതായത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് റെസ്പോൺസ് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വർഷങ്ങളോളെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകും അല്ലേ. അതായത് എല്ലാ മേഖലകളിലും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആരാൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം നമ്മളൊന്ന് നമുക്കിത് കഴിയും എന്ന് വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാർഡ് വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്മാർട്ട് വർക്ക് ആവട്ടെ നല്ല രീതിയിൽ റിസൾട്ട് നമുക്കും വരും എല്ലാവർക്കും അല്ലേ.